മെത്തേഡ്സ് ഓഫ് വാല്യുവേഷൻ ഓഫ് ഗുഡ്വിൽ. ഗുഡ്വിൽ എങ്ങനെയാണ് വാല്യൂ ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഗുഡ്വിൽ എന്താണ് നമ്മൾ പഠിച്ചു. ഗുഡ്വിൽ ഈസ് ദ വാല്യൂ ഓഫ് ദ റെപ്യൂട്ടേഷൻ ഓഫ് എ ഫേം. ഒരു സ്ഥാപനത്തിൻ്റെ ജനസമ്മിതിയുടെ വാല്യൂ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ റെപ്യൂട്ടേഷൻ്റെ വാല്യൂയാണ് നമ്മൾ ഗുഡ്വിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നേരിട്ട് ഒരു എമൗണ്ട് നമുക്ക് ക്വസ്റ്റ്യനിലോ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിലോ നമുക്ക് നേരിട്ട് തരില്ല. ആ ഗുഡ്വിൽ നമ്മൾ കുറേ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക, അതിനുള്ള മെത്തേഡുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. അതിലൊന്നാമത്തെ മെത്തേഡാണ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. Under this method, goodwill is valued as certain years of purchase of the average profit of the given number of years. ഇവിടെ ഗുഡ്വിൽ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി മാനദണ്ഡമാക്കുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളിലുള്ള ആ സ്ഥാപനത്തിൻ്റെ ആവറേജ് പ്രോഫിറ്റാണ്. കഴിഞ്ഞ വർഷങ്ങളിലുള്ള പ്രോഫിറ്റിനെ എത്ര മടങ്ങ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഗുഡ്വിൽ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഗുഡ്വിൽ എന്നോട് ഉദ്ദേശിക്കുന്നത് ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ ടോട്ടൽ പ്രോഫിറ്റ് ഫോർ പാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. 5 വർഷത്തെ ടോട്ടൽ പ്രോഫിറ്റ് ആണെങ്കിൽ ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ 5. അപ്പോൾ ഇങ്ങനെ ആവറേജ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ടോട്ടൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും വർഷം ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. ലോസ് ഓൾസോ ബി കൺസിഡേർഡ് ആൻഡ് അബ്നോർമൽ ഗെയിൻ ഓർ ലോസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ പ്രോഫിറ്റ്. അബ്നോർമൽ ഗെയിൻ അല്ലെങ്കിൽ ലോസ് എന്ന് പറയുന്നത് അസാധാരണമായ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന പ്രോഫിറ്റോ ലോസോ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ടോട്ടൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് പരിഗണിക്കാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, കാൽക്കുലേഷൻ ഓഫ് ഗുഡ്വിൽ അറ്റ് 3 years പർച്ചേസ് ഓഫ് ആവറേജ് പ്രോഫിറ്റ്. ഒരു സ്ഥാപനത്തിൻ്റെ കഴിഞ്ഞ കുറേ വർഷങ്ങളിലുള്ള പ്രോഫിറ്റും അതോടൊപ്പം തന്നെ ലോസും നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് ആവറേജ് പ്രോഫിറ്റിൻ്റെ 3 years ഓഫ് പർച്ചേസ് ആണ്. അതായത് ഈ പ്രോഫിറ്റ് കണ്ടെത്തി അതിൻ്റെ ആവറേജ് പ്രോഫിറ്റിൻ്റെ 3 മടങ്ങാണ് ഗുഡ്വില്ലിൻ്റെ വാല്യൂ ആയിട്ട് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇപ്പോൾ 2010 25,000 പ്രോഫിറ്റ് ഉണ്ട്, 2011 23,000 പ്രോഫിറ്റ് ഉണ്ട്, 2012 30,000 പ്രോഫിറ്റ് ഉണ്ട്, 2013 10,000 ലോസാണ്, 2014 8,000 ലോസാണ്. അപ്പോൾ ഇവിടെ ആവറേജ് പ്രോഫിറ്റ് 5 വർഷത്തെ പ്രോഫിറ്റാണ് നമുക്ക് തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ 5 വർഷത്തെ റിട്ടേൺ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ 5 വർഷത്തെ പ്രോഫിറ്റും ലോസും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആവറേജ് പ്രോഫിറ്റും ഗുഡ്വില്ലും കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള പ്രോഫിറ്റും ലോസും ആഡ് ചെയ്തതിന് ശേഷം എത്ര വർഷത്തെ പ്രോഫിറ്റും ലോസും ആണോ തന്നിട്ടുള്ളത് നമ്പർ ഓഫ് ഇയേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ആവറേജ് പ്രോഫിറ്റ് കിട്ടും. ഇപ്പോൾ 2010 11 12 പ്രോഫിറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്, 12 13 ലോസും ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് 25,000 പ്ലസ് 23,000 പ്ലസ് 30,000 എന്ന് പറയുമ്പോൾ 78,000 പ്രോഫിറ്റ് ഉണ്ട്. അതിൻ്റെ കൂടെ 18,000 ലോസും ഉണ്ട്. അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 60,000 ആയി ടോട്ടൽ പ്രോഫിറ്റ് മാറും. 78,000 പ്രോഫിറ്റും 18,000 ലോസും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 60,000 പ്രോഫിറ്റായി മാറും. അതിനെ ഡിവൈഡഡ് ബൈ 5. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 12,000 ലഭിക്കും. ഇനി ഗുഡ്വില്ല് എങ്ങനെ കണ്ടുപിടിക്കുന്നത്, ഈ 12,000 ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 3 years ഓഫ് പർച്ചേസ് ആണ്. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു 3 years ഓഫ് പർച്ചേസ് എന്ന് പറയുമ്പോൾ 36,000 ആണ് വാല്യൂ ഓഫ് ഗുഡ്വിൽ എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്
ലോസ് ഉണ്ട് എങ്കിൽ ആ ലോസും കൂടെ നമ്മൾ പരിഗണിക്കണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ആവറേജ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും വർഷം ലോസ് ആണെങ്കിൽ ആ ലോസ് നമ്മൾ ഒഴിവാക്കുകയല്ല വേണ്ടത്, അത് ലോസായിട്ട് തന്നെ നമ്മൾ ആഡ് ചെയ്യണം. ഇനി ഏതെങ്കിലും വർഷം അബ്നോർമൽ ഗെയിനും അബ്നോർമൽ ലോസും വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ടോട്ടൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇതൊരു എക്സാമ്പിളാണ്. ദ ഫോളോയിങ് വർ ദ പ്രോഫിറ്റ് ഓഫ് എ ഫേം ഫോർ ദ ലാസ്റ്റ് 3 years. ഒരു ഫേമിൻ്റെ 3 വർഷത്തെ പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. 2008 3,75,000. ആ 3,75,000 ഇൻക്ലൂഡിങ് ആൻ അബ്നോർമൽ ഗെയിൻ ഓഫ് ₹25,000. ടോട്ടൽ പ്രോഫിറ്റ് 3,75,000 രൂപ ഉണ്ട്. പക്ഷേ ആ 3,75,000 25,000 രൂപ ഒരു അബ്നോർമൽ ഗെയിനാണ്. അബ്നോർമൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അസാധാരണമായിട്ട് ഉണ്ടാകുന്നതാണ്. അപ്പോൾ അത് നമുക്ക് എല്ലാ വർഷവും ആവർത്തിച്ച് വരണമെന്നില്ല. ഏതെങ്കിലും ഒരു വർഷം മാത്രം ആ വർഷത്തെ എന്തെങ്കിലും സവിശേഷമായ കാരണം കൊണ്ട് മാത്രം ഉണ്ടായിട്ടുള്ള പ്രോഫിറ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് ഭാവിയിലോ അല്ലെങ്കിൽ അതിന് മുന്നെയോ അത് ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് നമുക്കൊരിക്കലും തന്നെ നമ്മുടെ നോർമൽ പ്രോഫിറ്റിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കില്ല. ഇപ്പോൾ 2008 3,75,000 രൂപ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. ആ 3,75,000 25,000 രൂപ അബ്നോർമൽ ഗെയിനാണ്, നമുക്ക് നോർമൽ പ്രോഫിറ്റായിട്ട് കിട്ടിയതല്ല. നോർമൽ പ്രോഫിറ്റ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ആവറേജ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ 3,75,000 നിന്നും 25,000 രൂപ അബ്നോർമൽ ഗെയിന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 3,50,000 രൂപയാണ് 2008 നോർമൽ പ്രോഫിറ്റ്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യേണ്ടത് 3,50,000. ഇനി 2009 നോക്കാം. 6 lakh പ്രോഫിറ്റ് ഉണ്ട്. ആ 6 lakh പ്രോഫിറ്റ് എങ്ങനെയാണ് കിട്ടിയത്? ആഫ്റ്റർ ചാർജിങ് ആൻ അബ്നോർമൽ ലോസ് ഓഫ് ₹50,000. 2009 സംഭവിച്ചിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള അബ്നോർമൽ ലോസ് ഉണ്ടായിരുന്നു. ആ അബ്നോർമൽ ലോസ് 50,000 രൂപയായിരുന്നു. ആ 50,000 രൂപ കുറച്ചിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 6 ലക്ഷം രൂപ കിട്ടുന്നത്. അപ്പോൾ അബ്നോർമൽ പ്രോഫിറ്റും അബ്നോർമൽ ലോസും നമ്മൾ പരിഗണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ 6 ലക്ഷം ആണ് പ്രോഫിറ്റ് ഉള്ളത്. പക്ഷേ 6 ലക്ഷം എങ്ങനെയാണ് കിട്ടുന്നത്? 50,000 രൂപ ഒരു അബ്നോർമൽ ലോസ് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നോർമൽ പ്രോഫിറ്റ് എത്രയായിരിക്കും? നോർമൽ പ്രോഫിറ്റ് ഈ 6 ലക്ഷത്തിൻ്റെ കൂടെ 50,000 കൂടെ കൂട്ടിക്കഴിഞ്ഞാലുള്ളതാണ് നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പം ടോട്ടൽ 6,50,000. അപ്പോൾ 6,50,000 പ്രോഫിറ്റ് നോർമൽ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. ആ പ്രോഫിറ്റിൽ നിന്നും 50,000 രൂപ അബ്നോർമൽ ലോസ് കഴിച്ചതിന് ശേഷം, ആഫ്റ്റർ ചാർജ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 6 lakh പ്രോഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ 2009 നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 6 ലക്ഷത്തിൻ്റെ കൂടെ അബ്നോർമൽ ലോസായിട്ട് നമ്മൾ മൈനസ് ചെയ്തിട്ടുള്ള 50,000 കൂടെ ആഡ് ചെയ്തിട്ടുള്ള 6,50,000 ആണ് നോർമൽ പ്രോഫിറ്റ്. ഇനി 2010 നമുക്ക് നോക്കാം. 2010 2,60,000 പ്രോഫിറ്റ് ഉണ്ട്. പക്ഷേ എക്സ്ക്ലൂഡിങ് 60,000 പേബിൾ ഓൺ ദ ഇൻഷുറൻസ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി. അവിടെ 60,000 രൂപ കൊടുക്കാനുണ്ട്. പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് ഇൻഷുറൻസ് ചാർജായിട്ട് 60,000 രൂപ കൊടുക്കാനുണ്ട്. അത് കൊടുക്കുന്നതിന് മുന്നേ ഉള്ള എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ആണത് 2,60,000 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇൻഷുറൻസ് പ്രീമിയം എന്ന് പറയുന്നത് ഒരു അബ്നോർമൽ എക്സ്പെൻസ് അല്ല, അത് നോർമൽ എക്സ്പെൻസ് തന്നെയാണ്, അബ്നോർമൽ ലോസ് അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 2,60,000 നിന്നും കൊടുക്കാനുള്ള 60,000 നോർമലായിട്ട് കൊടുക്കേണ്ട എമൗണ്ട് ആണ്, അതൊരു അബ്നോർമൽ ലോസ് അല്ല. അതുകൊണ്ട് തന്നെ 2,60,000 നിന്നും നമ്മൾ 60,000 മൈനസ് ചെയ്യണം. ഇവിടെ നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2,60,000 പ്രോഫിറ്റ് ഉണ്ട്. ആ 2,50,000 നിന്നും 60,000 കുറച്ച് കഴിഞ്ഞാലാണ് നമുക്ക് നോർമൽ പ്രോഫിറ്റ് കിട്ടുക. അപ്പോൾ ഈ 2,60,000 2 lakh മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ പരിഗണിക്കാൻ പാടുള്ളൂ. അപ്പോൾ കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ ഓൺ ദ ബേസ് ഓഫ് 2 years പർച്ചേസ് ഓഫ് ദ ആവറേജ് പ്രോഫിറ്റ് ഫോർ ദ ലാസ്റ്റ് 3 years. 3 വർഷത്തെ ആവറേജ് പ്രോഫിറ്റ് കണ്ട് അതിൻ്റെ 2 years പർച്ചേസ് ആണ് ഇവിടെ ഗുഡ് വിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. നമുക്കിവിടെ നോക്കാം. ഒന്നാമത് 2008 3,75,000 പ്രോഫിറ്റ് ഉണ്ട്. അതിൽ 25,000 അബ്നോർമൽ ഗെയിനാണ്. അപ്പോൾ നമുക്ക് നോർമൽ പ്രോഫിറ്റായിട്ട് കിട്ടുന്നത് 3,50,000 ആണ്. ഇനി 2009 60,000 ഉള്ളത്. പക്ഷേ അതിൽ 50,000 അബ്നോർമൽ ലോസ് ആയിരുന്നു. അപ്പോൾ അബ്നോർമൽ ലോസ് നമ്മൾ
ഇതിന് കാണുന്ന സമയത്ത് പരിഗണിക്കില്ല. നോർമൽ പ്രോഫിറ്റായിട്ട് നമുക്ക് വേണ്ടത് 6,50,000 ആയിരുന്നു. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇനി 2010 പ്രോഫിറ്റ് 2,60,000 ഉണ്ട്. 2,60,000 ഉണ്ട്. ആ 2,60,000 നിന്നും ഇൻഷുറൻസ് പ്രീമിയം ഒരു നോർമൽ എക്സ്പെൻസ് ആണ്. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 lakh കിട്ടും. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 12 lakh ആണ്. നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 12 lakh ആണ്. 12 lakhൻ്റെ ആവറേജ് പ്രോഫിറ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 12 lakh ഡിവൈഡഡ് ബൈ 3 4 lakh ആണ് ആവറേജ് പ്രോഫിറ്റ്. അപ്പോൾ ഗുഡ്വിൽ എന്നോട് ഇവിടെ കിട്ടുന്ന എമൗണ്ട് 4 lakh ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. ഇവിടെ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് 2 ആണ്. ആവറേജ് പ്രോഫിറ്റിൻ്റെ 2 മടങ്ങാണ് നമ്മൾ ഗുഡ്വില്ലിൻ്റെ വാല്യൂ ആയിട്ട് കണക്കാക്കുന്നത്, അതായത് 8 lakh. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ മെത്തേഡായിട്ടുള്ള വാല്യുവേഷൻ ഓഫ് ഗുഡ്വിൽ അണ്ടർ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കുകയാണ്.